കണ്ണൂർ കോർപ്പറേഷൻ മുണ്ടിയാട് ഡിവിഷന് ഒരു പ്രത്യേകതയുണ്ട്. മഹിളാ കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ അവിടെ മത്സരിക്കുന്നു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഡിവിഷൻ രൂപീകരണം മുതൽ UDFന്റെ സീറ്റാണ്. ആ സീറ്റിൽ ഇത്തവണ ശ്രീജ മഠത്തിൽ മത്സരിക്കുകയാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ UDFന് ഭരണം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ശ്രീജ മഠത്തിൽ വിജയിക്കുമൊക്കെ ചെയ്താൽ മേയർ സ്ഥാനത്തേക്ക് വരെ പാർട്ടി പരിഗണിക്കുന്ന നേതാവാണ് ശ്രീജ മഠത്തിൽ. ഈ കൊട്ടിക്കലാശത്തിൽ ശ്രീജ മഠത്തിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ്, വലിയ ആത്മവിശ്വാസത്തിലാണോ? വിജയമുറപ്പാണോ? വിജയമുറപ്പാണ്, 100%. മുണ്ടയാട് UDFന്റെ ഒരു കോട്ട തന്നെയാണ്. അതെ അതെ, തീർച്ചയായും UDFന്റെ കോട്ട. ഇത്രയും ദിവസം വോട്ടർമാരുടെയൊക്കെ മനസ്സ് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. എന്തൊക്കെയാണ് അവര് പറയുന്നത്? നമുക്കറിയാം, കേരള സർക്കാരിന്റെ അഴിമതി ഭരണത്തിനെതിരെ അല്ലെങ്കിൽ ജനദ്രോഹപരമായ നടപടിക്കെതിരെയുള്ള ഒരു വിധിയെഴുത്ത് കൂടിയാവണം കണ്ണൂർ കോർപ്പറേഷൻ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. എന്തായാലും ജയിക്കും, തീർച്ചയായും ജയിക്കും. ഭൂരിപക്ഷം നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കും. നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിക്കും. ഈ മൊത്തത്തിൽ എങ്ങനെയാണ് ആളുകളൊക്കെ ഒരു സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരം ഇതൊക്കെ പറയുന്നുണ്ടോ? തീർച്ചയായും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു വികാരം ജനങ്ങളുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ് ഓരോ ഗൃഹസമ്പർക്ക പരിപാടി മനസ്സിലാവുന്നത്. തീർച്ചയായും അതൊക്കെ വോട്ടായി മാറും. ഈ ഡിവിഷനിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ അത് ഏത് രീതിയിൽ ആളുകൾക്കൊക്കെ അതിന് ഫുൾ മാർക്ക് കൊടുക്കുന്നുണ്ടോ അവർ? തീർച്ചയായും നമുക്കറിയാം, കണ്ണൂർ കോർപ്പറേഷന്റെ വികസനത്തിന്റെ ഏറ്റവും പ്രധാന അല്ലെങ്കിൽ ആ വികസനത്തിന് കൂടെ തന്നെയാണ് ഈ മുണ്ടയാട് ഡിവിഷന്റെ വികസനവും എന്ന് പറയുന്നതും. അത്രയേറെ നമുക്കറിയാം, കണ്ണൂർ കോർപ്പറേഷൻ നിരവധി വികസന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൂടെ തന്നെ ഈ മുണ്ടയാട് ഡിവിഷനും നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. എന്തായാലും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും, ഒരു സംശയമില്ല. UDFന്റെ കോട്ടയാണ്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് ശ്രീജ മഠത്തിലുള്ളത്. UDFന്റെ വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ശ്രീജ മഠത്തിനൊപ്പം ടി പ്രദീപ് കൂടി ഈ എടച്ചൊവ്വ ഡിവിഷനിലെ സ്ഥാനാർത്ഥിയാണ്. തൊട്ടടുത്ത ഡിവിഷനാണ് ഈ എടച്ചൊവ്വ എന്ന് പറയുന്നത്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഗംഭീരമായി പോകുന്നു. വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കോ? വലിയ ഭൂരിപക്ഷത്തിൽ. എന്താണ് ഈ ആത്മവിശ്വാസത്തിന്? മനസ്സിനെ പറ്റി അറിഞ്ഞ സമയത്താണ് അതിനെപ്പറ്റി അറിയുക. എടച്ചൊവ്വ LDFന്റെ സിറ്റിംഗ് സീറ്റ് അല്ലേ? എന്നൊന്നും പറയാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. എന്നൊന്നും പറയാൻ പറ്റില്ല. പിടിച്ചെടുക്കും. അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ? നടന്നിട്ടുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എന്താണ് ജനങ്ങളൊക്കെ എന്താ പറയുന്നത്? ജനങ്ങൾക്ക് കണ്ണൂർ കോർപ്പറേഷൻ്റെത് ഒരു വികസനത്തിന്റെ ഒരു വഴിയും അവിടെ തുറന്നിട്ടില്ല. ഒരു വഴിയും എല്ലാ റോഡുകളും പഴയ പഞ്ചായത്തിന്റെ സ്പെഷ്യൽ ഗ്രേഡ് എല്ലാത്ത പഞ്ചായത്തിന്റെ പോലും ആയ സ്ഥിതിയാണ് അവിടെയുള്ളത്. അതെല്ലാം ഇത്തവണ നിങ്ങൾക്ക് അനുകൂലമായി വരും. ജയമുറപ്പ്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് എടച്ചൊവ്വയിലെ സ്ഥാനാർത്ഥിയുമുള്ളത്. ശ്രീജ മഠത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മഹിളാ കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ അധ്യക്ഷയാണ്. ഒരുപക്ഷെ UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായി വരെ പരിഗണിക്കുന്ന നേതാവാണ് ശ്രീജ മഠത്തിൽ. വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രവർത്തനം നടത്തുകയാണ് ഈ ശ്രീജ മഠത്തിലും. അതോടൊപ്പം തന്നെ പ്രദീപും എല്ലാം ഉള്ളത്. UDFന്റെ വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെതിരായ ഒരു വികാരം കൂടി ഇവിടെ പ്രതിഫലിക്കുമെന്നാണ് ഈ UDF വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും മുണ്ടയാട് ഡിവിഷനും എടച്ചൊവ്വ ഡിവിഷനും ഒക്കെ വലിയ രീതിയിൽ വാർത്തകളിൽ ഇടം പിടിച്ച ഡിവിഷൻ തന്നെയാണ്. ആ ഡിവിഷനുകളിലും എന്താണ് സംഭവിക്കുക എന്നറിയാൻ നമുക്ക് 13-ാം തീയതി വരെ കാത്തിരിക്കാം. മുണ്ടയാട് നിന്നും ക്യാമറമാൻ യദു കണ്ണപുരത്തിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.